നമ്മുടെ നാട്ടിൽ മനുഷ്യന്മാരോ മൃഗങ്ങളോ കിണറ്റിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ വീണാൽ നമ്മൾ ആദ്യം ആരെയാണ് വിളിക്കുക? ഫയർഫോഴ്സിനെയല്ലേ? അങ്ങനെ ഫയർഫോഴ്സിനെ വിളിച്ചാൽ ഫയർഫോഴ്സ് എങ്ങനെയാണ് അതിനെ രക്ഷിച്ചെടുക്കുക? എൻ്റെ പിന്നിൽ കാണുന്നത് ഒരു മാൻ വെള്ളത്തിൽ വീണതാണ്. അതിനെ രക്ഷിച്ചെടുക്കുന്ന ഭാഗങ്ങളാണ് ഇപ്പോൾ ഇതിലുള്ളത്. ഇത് കേരള ഫയർഫോഴ്സാണ് ഇതിൻ്റെ ആനിമൽ റെസ്ക്യൂയുടെ ഇതിൻ്റെ ഒരു രൂപരേഖ കാണിച്ചിരിക്കുന്നത്. മാത്രമല്ല അതിൻ്റെ എല്ലാ തരത്തിലും ഒരു ജീവൻ എങ്ങനെ ഫയർഫോഴ്സ് രക്ഷിച്ചെടുക്കുന്നു എന്നുള്ളത് കാണിക്കുന്നതാണ്. കൊല്ലത്ത് ഇപ്പോൾ എൻ്റെ കേരളം പ്രദർശനത്തിൽ കേരള ഫയർഫോഴ്സിൻ്റെ സ്റ്റാളിൽ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് പല തരത്തിലുള്ള മാസ്കുകളാണ്. സ്കൂബ ഡൈവിങ്ങിന് ഉപയോഗിക്കുന്നതാണ്. വെള്ളത്തിൽ വീണാൽ അതിൽ മുങ്ങിയെടുത്ത് ആളെ രക്ഷിക്കുന്നതിന് വേണ്ട സാധനങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്നത്. പല സാധനങ്ങൾ, അതായത് സ്കൂബ സെറ്റാണിത്. ഒരു രൂപം ഒന്ന് കാണിക്കാം. ഇതാ ഒരാൾ എങ്ങനെയായിരിക്കും ഇത് ഇത്രയും മാസ്കുകളൊക്കെ ധരിച്ച് വെള്ളത്തിൻ്റെ അടിയിൽ പോകുമ്പോൾ ധരിക്കുന്ന വേഷം ഇങ്ങനെയാണ്. ഹെൽമെറ്റ്, അതുപോലെ മാസ്ക്, ഓക്സിജൻ സിലിണ്ടർ കണക്ട് ചെയ്യുന്നത്, അതിൻ്റെ പ്രത്യേക ടെമ്പറേച്ചർ അറിയുന്ന വാച്ച്, അങ്ങനെ എല്ലാ സാധനങ്ങളും അടങ്ങിയ ഇത്രയും മിഷനറീസാണ് നമ്മൾ കേരള ഫയർഫോഴ്സ് വെള്ളത്തിൽ ഇറങ്ങും. ഇനി കൂടുതൽ കാര്യങ്ങൾ എന്നെക്കാൾ നന്നായിട്ട് ഫയർഫോഴ്സിൻ്റെ ആളുകൾ തന്നെ പറയും. ഇതെങ്ങനെയാണ് സാർ ഈ സ്കൂബ എന്ന് പറയുമ്പം നമുക്കിപ്പം നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് വാഹന അപകടം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്ന ജലാശയ അപകടം. അപ്പോൾ അത് ലഘൂകരിക്കാൻ, കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സ്റ്റാളിൽ ഈ സംവിധാനങ്ങൾ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ഈ സ്കൂബയുടെ ഉപകരണങ്ങൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് സ്കൂബയുടെ സെറ്റുണ്ട്. നമ്മൾ വെള്ളത്തിനടിയിൽ പോകുമ്പോൾ ഒരു ഡൈവർ ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട്. ഡൈവിങ്ങിന് വേണ്ടുന്ന എല്ലാ ഉപകരണങ്ങളും പൊതുജനത്തെ കാണാൻ വേണ്ടി, പരിചയപ്പെടുത്താൻ വേണ്ടി നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുങ്ങിമരണം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും അതിന് ട്രെയിനിങ് അല്ലെങ്കിൽ ആ ഒരു ക്ലാസ്സും ഒക്കെ വരുന്നവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എങ്ങനെ ഒരു വെള്ളത്തിൽ വീണാൽ എങ്ങനെ രക്ഷപ്പെടാം, അല്ലെങ്കിൽ വെള്ളത്തിൽ വീണാളെ എങ്ങനെ രക്ഷിക്കാം എന്നുള്ള ബോധവൽക്കരണ ക്ലാസ്സൊക്കെ നമ്മളിവിടെ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തത് നമ്മുടെ നിലവിൽ നമ്മുടെ ചുറ്റുപാടും ഉണ്ടാകുന്ന പലതരത്തിലുള്ള അപകടങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ ഫയർ സർവീസ് പല ഉപകരണങ്ങളാണ് ഉപയോഗിക്കുക. അങ്ങനെ വ്യത്യസ്ത രക്ഷാപ്രവർത്തനത്തിന് പല സ്ഥലത്തും ഉപയോഗിക്കുന്ന പല ഉപകരണങ്ങൾ, എല്ലാ ഉപകരണങ്ങളും മിക്കവാറുമുള്ള റെസ്ക്യൂവിന് വേണ്ടിയുള്ള എല്ലാ ഉപകരണങ്ങളും നമ്മൾ ഈ മേളയിൽ അല്ലെങ്കിൽ ഈ സ്റ്റാളിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. അതുപോലെ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയാൽ അയാളെ എങ്ങനെ രക്ഷിക്കണം, കുട്ടിയുടെ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയാൽ, അതുപോലെ തന്നെ ഒരാൾക്ക് പെട്ടെന്നൊരു നെഞ്ചുവേദന തളർന്നു വീണാൽ അയാൾക്ക് കൊടുക്കേണ്ട ഫസ്റ്റ് എയ്ഡ് എന്താണ്, അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ നമ്മൾ ഈ സ്റ്റാളിൽ വെച്ചിട്ടുണ്ട്. ഈ രക്ഷാപ്രവർത്തനം നമുക്കറിയാം, വയനാട് ചൂരൽമലയിലൊക്കെ ഒരു രക്ഷാപ്രവർത്തനം നടത്തേണ്ട ഒരു മാതൃകയാണ് ഇപ്പോൾ മുകളിൽ കാണിച്ചിരിക്കുന്നത്. വെള്ളത്തിലകപ്പെട്ടാൽ അല്ലെങ്കിൽ അക്കരയിൽ നിന്ന് ഇക്കരെ എത്തിക്കുന്നതിന് വേണ്ട ഈ രക്ഷാപ്രവർത്തനം ഫയർഫോഴ്സ് അവരുടെ ജീവൻ പണയം വെച്ച് നടത്തുന്നുണ്ട്. അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഫയർഫോഴ്സിന് സംസ്ഥാന സർക്കാർ ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഓരോരോ ഭാഗങ്ങളാണ് കാണുന്നത്. അതിനെല്ലാം വേണ്ട ഉപയോഗിക്കുന്ന മിഷനറീസ്, മരം വെട്ടുമ്പോൾ വേണ്ട ചേസ്നോ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട്. കൂടാതെ തൊട്ടുപുറകിലായിട്ട് ഇവർ നടത്തിയ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു ഫോട്ടോ എക്സിബിഷന് കൂടി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്ക് ഫയർ ഓഫീസറടക്കം ചില കാര്യങ്ങൾ ചോദിക്കാം. എങ്ങനെയാണ് നമ്മുടെ എൻ്റെ കേരളം പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ഇവിടെ വെച്ചിരിക്കുന്നത്. നേരത്തെ ഇതിന് തൊട്ട് മുമ്പ് വെച്ച് കൊല്ലം 75 എന്നൊരു പ്രോഗ്രാമിൽ നമ്മൾ സ്റ്റാൾ വെച്ച് വലിയ അഭിപ്രായമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ അതിനെക്കാട്ടും കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റാളിൻ്റെ വെളിയിലായിട്ട് ഇടതുവശത്തായിട്ട് ഒരു ബർമ ബ്രിഡ്ജ് നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. അതിനകത്ത് ആളുകൾക്ക് കയറി ഇറങ്ങിപ്പോവുകയും, അതായത് സാഹസികമായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് നടന്നു പോകുന്നതിന് വേണ്ടിയാണ് ചെയ്തിട്ടുണ്ട്. അത് ഒരു ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്കമോ ഉണ്ടാകുമ്പോൾ ഒരു പാലമൊക്കെ തകർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആളുകളെ ഇപ്പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു ബർമ ബ്രിഡ്ജ് നമ്മൾ വെളിയിൽ എങ്ങനെയാണ് അത് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നീട് ഇതിനകത്ത് നമ്മൾ വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വർഷത്തെ ഫോട്ടോകൾ നമ്മൾ നടന്ന ആനുകാലികമായിട്ട് നടന്ന സംഭവങ്ങളുടെ ഫോട്ടോകൾ മൊത്തം നമ്മൾ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നീട് നമ്മളിവിടെ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 BLSൻ്റെ ബേസിക് ലൈഫ് സപ്പോർട്ടിൻ്റെ ക്ലാസ്സുകൾ നമ്മളിവിടെ അവതരിപ്പിക്കുന്നുണ്ട്. CPRൻ്റെയും ചോക്കിങ്ങിൻ്റെയും ക്ലാസ്സുകൾ അവതരിപ്പിക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ സർവീസിലുണ്ടായിട്ടിരിക്കുന്ന ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ഉപകരണങ്ങൾ, അതിൻ്റെ പ്രദർശനങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ വയനാട് ചൂരൽമലയിൽ ഉണ്ടായിരിക്കുന്ന അപകടത്തിൻ്റെ ഒരു മിനിയേച്ചർ രൂപം നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലാസ്സുകളെ പിന്നെ സിപ്പ് ലൈനെ കുറിച്ച് നമ്മൾ ആ ചൂരൽമലയിൽ ഒരു കുട്ടിയെ നമ്മൾ എടുത്തുകൊണ്ട് ആ കുട്ടിയെ നമ്മൾ എടുത്തുകൊണ്ട് വന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു അതെങ്ങനെയാണ് നമ്മളിവിടെ ചെയ്യുന്നതിൻ്റെ ചൂരൽമലേൻ്റെ ഒരു മിനിയേച്ചർ ഒന്ന് കാണാവുന്നതാണ്. വയനാട് ദുരന്തത്തിൻ്റെ ഒരു ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന ഒരു മിനിയേച്ചറാണ് ഇപ്പോൾ ഈ കാണുന്നത്. വെള്ളാർമല സ്കൂളുണ്ട്. അന്ന് അവിടെ എത്തിയ നമുക്കൊക്കെ വളരെ വേദനിപ്പിക്കുന്ന അതേ ഒരു ദൃശ്യങ്ങൾ വീണ്ടും ഫയർഫോഴ്സ് ഇവിടെ മിനിയേച്ചറായിട്ട് കാണിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഫയർഫോഴ്സിൻ്റെ രക്ഷാപ്രവർത്തന രീതികളാണ്
ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇതൊക്കെ അന്ന് ബെയിലി പാലത്തിലൂടെ കൊണ്ടുവരുന്ന രക്ഷാപ്രവർത്തനം, ആളെ കയറിലൂടെ കൊണ്ടുപോകുന്നത്, അങ്ങനെ ഫയർഫോഴ്സ് നടത്തിയ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു ചെറിയ രൂപരേഖകളാണ് ഇപ്പോൾ ഈ കൊല്ലത്തെ എൻ്റെ കേരളം പ്രദർശന വേളയിൽ കാണിച്ചിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് എസ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.